ഏട്ടാ വാ കളിക്കാം. അപ്പൊ ഈ കളി അവിടെ കളിച്ചാ പോരെ? മുറ്റ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അവിടെ. ഇവിടെ വന്നിട്ട് പന്ത് കളിക്കാൻ നിൽക്കും. എന്താ പണി? എന്താ പണിയെടുക്കുന്നത്? എന്ത് ഞാനിവിടെ ഇരുന്നല്ലേ? ഇവിടെ ഇരുന്നല്ലേ? നീ ഉമ്മ വെക്കല്ലേ ഇന്ന്? ഉമ്മ വെക്കല? പിന്നെ എന്താന്ന്? ആരും ഉമ്മച്ചിങ്ങൾ രണ്ടു ഉമ്മ വെച്ചേ? പിന്നെ ഞാൻ ഇന്ന് കൊട എന്തിനും മറക്കുന്നത്? എന്നെ കാണുമ്പോൾ കൊട എന്തിനും മറച്ചിന്? കൊട ചൂടല്ലേ ഏട്ടാ? എന്ത് ചൂട്? അതിന്റെ ചൂടല്ലേ? വൈകുന്നേരം വൈകുന്നേരം ചൂടില് കൊട കൊട ചൂട്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് കൊട വേണോ? കൊട വേണം? കൊടയൊന്നും വേണ്ട. എനിക്കെന്തിനു കൊട? പിന്നെന്താ വീട് വന്ന് നിങ്ങൾ എന്താ ഇങ്ങനെ ഈ ഉമ്മ വെക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലേ? അല്ല ഇത് ആര് ഇനിയിപ്പൊ ഞാള് ഉമ്മ അങ്ങ് വെച്ചി. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്കെന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഒരു മറ കാണുമ്പോഴത്തേക്ക് അപ്പാട് ഉമ്മ വെക്കല? വെറുതെ വർത്താനം പറയും നിൽക്കുന്നു. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് വെറുതെ ഒരു മനസ്സമാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കാണ്ട്. ഞാൻ കുടയും ചൂട് ചിലപ്പോ കുട കൂട്ടും വലിച്ചിട്ട് കേട്ടു. രാമയ്യ ഇന്ന് പോവാന്നാ? വാ നമുക്ക് ബീച്ചിലേക്ക് പോവാ. ഇനി ബീച്ചിലും പോണാ? പിന്നെ എന്താണ് ബീച്ചിലുള്ളത്? കൊറേ വെള്ളം ഇങ്ങനെ വരും, വെള്ളം തിരിച്ചങ്ങോട്ട് പോകും തന്നെയല്ലേ? എന്റെ ഏട്ടാ വല്ലപ്പോഴല്ലേ ഒന്ന് പുറത്തിറങ്ങണേ. ബീച്ചിൽ പോണം. പിന്നെ ദേ ഇവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം ഒക്കെ പോകുമ്പോ വാങ്ങിക്കാം, ബീച്ചിലൊന്നും പോണ്ട. കഴിഞ്ഞു വെച്ചാ പറയട്ടാ. വാണ ഇങ്ങോട്ട്. ഞാനില്ല കളി. അതാ എന്താ ലോട്ടറിയാ? ലോട്ടറി എടുക്കാറില്ല ഞാന്. ലോട്ടറി എടുക്കാറില്ലടോ. ലോട്ടറി വേണ്ട കേട്ടാ. അച്ഛനും മോളാ? ഞങ്ങൾ ലവ്വർ. എന്നുവെച്ചാല് കല്യാണം കഴിയാൻ പോകും. എനിക്കെത്ര വയസ്സായേ? 53. എത്ര? 53. 83. 53. 53. എന്റെ മോനെ, എനിക്കെത്ര വയസ്സായി? 24. നല്ല കൊമ്പല്ല മോനെ പിടിച്ചിട്ട്. ശരി ശരി, ഇങ്ങനെ പ്രായമുള്ളവർക്ക് ഈ അസുഖമുള്ളതാ. തുലാവർഷത്തിൽ ഇത്ര കൊടി ഉണ്ടായി. എന്താണ്? മതി മതി, അതെ പോവാ, സമയായി പോവാ. ഇനി എന്താ ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം വൈകും. പോടാ. ബീച്ചിൽ പോണം. ബീച്ചിലൊന്നും പോണ്ട. എന്താ ബീച്ചില്? വാ. സമയത്തല്ലോ ഒന്നുമല്ല, ഒന്നിങ്ങനെ പാർക്കിലൊക്കെ അതായത് ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി കൊറേ ദിവസമായി വിചാരിക്കണു. പിന്നെ ഇപ്പൊ എന്തെങ്കിലും കാര്യം പറയുമ്പോ ഇവൾക്ക് അപ്പം മുടയാണ്. ഒന്നുമില്ലാന്ന്. പോട്ടെ, ഒരു തേങ്ങയും കാഴ്ചക്കില്ല. രസേട്ടാ എന്ത് ഈ പറഞ്ഞത്? എന്താ ഇവിടെ വന്നിട്ട് പന്ത് കളിക്കാണ്? ആ കളിക്കണം അവിടെയും കളിച്ചൂടെ? എന്താ ഈ മനുഷ്യൻ പറഞ്ഞ്? അങ്ങനെയാണ് പാർക്ക് പിന്നെ എന്തിനാണ്? എന്താ പരിപാടി? എന്താ അങ്ങനെ പോണു? ഞങ്ങളേ ഒരു സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കാണ്. സിനിമയ്ക്കോ? എന്താ പോരുണ്ടോ? ഏയ് സിനിമ കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. എന്ത് സിനിമ? എല്ലാ സിനിമയും ഒരേ കഥ, ഒരേ ഇടി, തലമണ്ട തല്ലി പൊട്ടിക്കണൊക്കെ എനിക്ക് കാണാൻ വയ്യാതാണ്. നിങ്ങൾ വെറുതെ ഇപ്പൊ സിനിമയുടെ കഥ വായിക്കാനൊന്നല്ല പോണത്, ഞങ്ങളൊരു രസത്തിന് പോവാണ്. വേണ്ടടാ, നല്ലതല്ലാന്ന് ഈ സിനിമയൊന്നും. വെറുതെ അതെ ഇതാ കുട്ടി അമ്മയോട് ചെന്ന് പറയും, നല്ല കാര്യം നടക്കുള്ളൂ. അതെ വരണ്ടെങ്കിൽ വരിയും. വേറെ കാര്യം, നമ്മുടെ മൊയ്ത് വന്നിട്ട് കേൾപ്പെന്ന് അറിഞ്ഞാ? ഞാൻ ആരോ പറഞ്ഞു എന്നോട്. ആരോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല.
അപ്പൊ വിളിച്ച ഒരു ദിവസം ഒന്ന് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടേ. ഓ എന്താ ഇരിക്കാലോ. ആ അപ്പൊ പറഞ്ഞിങ്ങനെ എല്ലാരും കൂടി ഒന്ന് ഇരിക്കണം എന്നുണ്ട്. എന്താ 10 ദിവസമായിട്ടേ ഉള്ളൂ അവനക്ക്. ആയിക്കോട്ടെ നമുക്ക് ഇരിക്കാം. അപ്പൊ ഒന്ന് കൂടിയാലോ? ഇന്ന് കൂടണോ? ഇന്ന് പറ്റില്ല, ഞാൻ നിന്റെ കുട്ടീനായിട്ട് സിനിമയ്ക്ക് പോവാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അല്ല സിനിമയ്ക്ക് പിന്നെയും പോവാലോ. അല്ലല്ല അതല്ല, ഇവളുടെ കാര്യം കേട്ടുള്ള ബാക്കി എന്ത് കാര്യം. അതെ അല്ലേ. എന്നാ പിന്നെ നാളെ ആയിക്കോട്ടെ. നാളെ നമുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ സിനിമയ്ക്ക് വരണില്ല? ഇല്ല സിനിമയ്ക്ക് നമുക്ക് പോവാ. ശരി ശരി എന്നാ. ഭയങ്കര പിസ്കനാണ്. 10 പൈസ ചെലവാക്കില്ല, കുട്ടികൾക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കില്ല. എന്ത് നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാല്? സിനിമയ്ക്കൊന്നും പോണ്ടടി. എന്ത് സിനിമ കാണാൻ പറ്റിയ സിനിമ ഒന്നുമില്ലടാ. എന്നാ ബീച്ചിൽ പോവാം. വെറുതെ കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിട്ട് പോകണ്ട്. എന്താ വേണ്ടിക്കുന്നത്? എന്താ പിടിക്കാൻ പാടില്ലേ? അല്ല ഈ കുട പിടിച്ചിട്ടൊന്നും വേണ്ടിക്കുന്നു. കുട പിടിക്കാൻ പാടില്ല. ഇത് ഞങ്ങൾ കുട വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് വെക്കാൻ പാടില്ലേ? അതിന് മറക്കുന്നു. ഇപ്പം ഞങ്ങളുടെ കുട ഞങ്ങൾ മറക്കാതിരിക്കാം. തനിക്കെന്താ? നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങളെ കുടയും നിങ്ങൾ എല്ലാം ഒന്നിച്ച് എന്തും ചെയ്യാൻ പറ്റുമോ പൊതുസ്ഥലത്തുനിന്ന്? ഇത് തന്റെ പറമ്പൊന്നുമല്ലല്ലോ. ഞാനിന്റെ കാവൽക്കാരനാണ്. കാവൽക്കാരാണെങ്കിൽ കാവൽമാനായിട്ട് അവിടെ നിന്നാ മതി. ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഞാൻ എന്റെ കാര്യം നോക്കി പോകും. അയ്യോ ഭയങ്കര. ഇത് ഭാര്യയാണ്. ഭാര്യ കല്യാണം കഴിച്ചാണ്? താലി ഉണ്ടാ? താലി അതെ അതെ. അപ്പൊ സിന്ദൂരം ഇട്ടിട്ടില്ല? അല്ല സിന്ദൂരം ഇന്ന് തീർന്നുപോയി. കല്യാണം കഴിച്ചാണല്ലേ? കല്യാണം കഴിച്ചാ. എന്നാ വാ ആടി ഇരിക്കും. ഇതല്ലേ നല്ല സുഖം. ആടി ഈ മരം കിട്ടിയിട്ട് എന്തിനു നിൽക്കുന്നു? നല്ല റൊമാൻറ്റിക് ആയതുകൊണ്ട്. ആടിയും റൊമാൻറ്റിക് കിട്ടൂലേ? വാ അവിടെ ഇരിക്കും. വാ നമ്മള് ഇവിടെ ഇരിക്കും. ഞാൻ അന്നേരം വിചാരിച്ചിനി നിങ്ങൾക്ക് കുട കാണുന്നില്ല. അപ്പൊ ഈ കല്യാണം കഴിച്ചെന്നെ എനിക്ക് മനസ്സിലായി. എടുക്കാൻ മറന്നു. എന്നാ ഇവിടെ ഇരിക്കും കേട്ടോ. ശരി. എന്തെങ്കിലും ഇവിടെ വരാൻ പറ്റുള്ളൂ. കേറ്റാ കിടക്കും. കഴിക്കാൻ ചേട്ടാ. ചെല്ലട്ടേങ്ങാട് കൊല്ലം വരട്ടെ. സത്യടാ എന്താ നിന്റെ പ്രശ്നം? ബോറടി അല്ലേ? ശീതള ഞാൻ പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോറുള്ള എന്റെ ടെൻഷന് ഇതൊക്കെ ഒരുപാടാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവളുടെ ഓരോ ചോദ്യങ്ങളും അവളുടെ പറച്ചിലുകളും ഒക്കെ ഇവിടെ കേട്ട് കഴിഞ്ഞാൽ പ്രാന്തിന് വരും. അങ്ങനെ പ്രാന്ത് എടുക്കുകയാണെങ്കിൽ കണ്ടിട്ട് ഡൈവേഴ്സ് ചെയ്താൽ ചേട്ടാ അതല്ലേ. പിന്നെ ഇപ്പൊ ഞാനെന്താ ചെയ്ത് എന്റെ കാര്യം ആലോചിക്കുന്നത്? ഞാനും ഷാഹിനയും തമ്മിൽ 6 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഞാൻ ദുബായിലുള്ളപ്പോ ഞാൻ ഓൾക്ക് പൈസ എങ്ങനെ അയച്ചു കൊടുക്കും? ഓള് ഇവിടെ സുഖം ലോലിപ്പായിട്ട് ജീവിക്കുക. അപ്പൊ ഒക്കെ ഓള് ചോദിക്കും എന്താ വരുത്തില്ലേ ലീവ് കിട്ടുന്നില്ലേ? നമുക്ക് അവിടുന്ന് ലീവ് കിട്ടണ്ടേ? ഭയങ്കര പൂതിയായിരുന്നു ഞാൻ കൊണ്ട് പറയാൻ. അവസാനം കൊറോണ കാലം വന്നപ്പോ ഞാൻ 2 മാസം ലീവ് എടുത്ത് കൊണ്ട് പോന്നു. ആ 2 മാസം എന്റെ കൂടെ വന്ന് 2 മാസം കഴിഞ്ഞപ്പോ ഓള് ഒരുത്തരെ വിടേണ്ടി പോകും. എന്റെ പൈസ മുഴുവൻ കണ്ടോള്. ഇനി പൊന്നും വേണ്ട പടുക്കോയും വേണ്ട. എന്നെയാണെങ്കിൽ എന്റെ വക എന്താ ഇട്ടുണ്ടും പോണില്ല. പോണ്ടേ? അവള് ഇങ്ങനെ നിക്കാണ് എന്നെ നോക്കി. അപ്പൊ അനക്കങ്ങ് ഇട്ടേച്ച് പൊയ്ക്കൂടെ പ്യാര്? ഈ എന്തിനെങ്ങനെ താങ്ങി നിക്കണത്? ആഗ്രഹമില്ലാണ്ടാണ്. കൊടഞ്ഞ് കളഞ്ഞ ഈ വകന്ത മേത്തുനിന്ന് പോവില്ല. ഞാൻ അവളെ ഒഴിവാക്കി നോക്ക്. അവളെന്റെ വീട്ടിൽ വന്ന് തല്ലും. എന്നെയും തല്ലും, എന്റെ അച്ഛനെയും തല്ലും. അത് എനിക്കെതിരെ കേസും കൊടുത്ത് എന്നെ ജയിലിലും ആക്കിയിട്ടുണ്ടല്ല. എന്റെ മുഴുവൻ സ്വത്തും അടിച്ചുകൊണ്ട് ഇവള് പോകും. എന്ത് ഭാര്യട്ടോ ഇത്? സത്യറിനറിയോ, ഈ ഷർട്ടൂര മുഴുവൻ നീരിന്റെ പാടാണ്. തല്ലി കൂറക്കിട്ടേക്കാണ് എന്നെ. പുറത്തു പറയാൻ പറ്റാഞ്ഞിട്ടാണ്. കണ്ടക്കത്രയും കാലിട്ട പോലെ ഇരിക്കുകയാണ് ഞാൻ. അതെ ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ കല്യാണം കഴിച്ചത് അങ്ങോട്ട് ബോറടി. കേക്ക്, ഈ മനുഷ്യൻ കല്യാണം കഴിച്ചതും കുട്ടികളായതാണ് ബോറടി. അതാണ് പറഞ്ഞത് മനുഷ്യൻ. പെണ്ണുങ്ങളെ പെരുമാറ്റാണ്.
എന്റെ സത്യേട്ടാ, മനുഷ്യനായിട്ട് ജീവിക്കണത് ശീതളേട്ടനാണ്. ഇതാരാ? ഭാര്യനെ നല്ല പൊന്നു പോലെ സ്നേഹിക്കണുണ്ട്, വേറെ നൂലാമലക്ക് പോണുണ്ട്. അതെന്റെ ട്രാക്ക്. ഒരു കാര്യം മനസ്സിലാക്കിണ്ടാ നിങ്ങൾ? സ്നേഹം എന്ന് പറഞ്ഞ കാര്യം ഏതെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ കൊണ്ടായിട ആളല്ല. അല്ല, ലോകം മുഴുവൻ സ്നേഹിക്കണം എന്നാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഒരാളെ കല്യാണം കഴിച്ചു, അയാളല്ലാണ്ട് ഇനി ഈ ലോകത്ത് ഒരാൾ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞത് ഓർത്ത ന്യായമല്ല, ന്യായമല്ല. അതാണ്, അവിടെയാണ് നമ്മൾ പെട്ടുപോണത്. ഇതപ്പോ നമ്മുടെ മൊയ്തുവിന്റെ കാര്യം എന്താണ്? അവളെ മാത്രം സ്നേഹിച്ചു, ബന അടിച്ചോണ്ട് പോയി. നേരെ മറിച്ച് വേറൊരാളും കൂടി അല്ലെങ്കിൽ 1-2 ആൾക്കാർ, വേറെ 10 ആൾക്കാർ നമുക്ക് സ്നേഹിക്കാണ്ട് വെച്ചെങ്കി ഇത് നമുക്കൊരു ദുഃഖല്ലാന്ന്. പോണത് പോട്ടെ എന്ന് വിചാരിക്കും. ശീതളപ്പ് എന്താ പറഞ്ഞു വരുന്നത്? അത് ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നല്ല, ഡേറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഭക്ഷണം നിയന്ത്രിക്കണല്ലേ? സുഗത, അത് ഡയറ്റിങ്, ഇത് ഡേറ്റിംഗ് അല്ലേ? ആവോ കണ്ടമുക്കോ, അത് വേറെയാണ്. ഇത് വിദേശത്തൊക്കെ ഉള്ള കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പെണ്ണിനെ സ്നേഹിക്കുകയാണെങ്കിലും അതല്ല കല്യാണം കഴിക്കുകയാണെങ്കിലും വെറുതെ സുഹൃത്താക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ആള് എനിക്ക് പറ്റിയതാണോ അല്ലേന്നൊന്ന് അറിയണല്ലോ നമുക്ക്. അറിയണം അതറിയണം. വേണല്ലോ. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആവണതിന് മുമ്പ്, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇരു കൂട്ടിനും കൂടിയിട്ട് കുറച്ചു കാലം ഒരുമിച്ചൊന്ന് എന്തെങ്കിലും ചർച്ചയാ അല്ലെങ്കിൽ വെറുതെ ഒരു യാത്രയാ അല്ലെങ്കിൽ വെറുതെ ഒരു കോഫി ഡേറ്റിംഗ് പറയും, വെറുതെ കാപ്പി കുടിച്ചിരുന്നൊരു കാര്യം തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചിട്ട് ഈ ആള് ഈ പെണ്ണ് എനിക്ക് പറ്റിയതാണോ ഈ ചെറുക്ക എനിക്ക് പറ്റിയതാണോ എന്ന് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ പ്രക്രിയക്ക് പറയണ പേരാണ് ഡേറ്റിംഗ്. പക്ഷെ നമ്മക്കില്ലേ ഈ സംവിധാനം ഇവിടെ. ആരാ പറഞ്ഞു? എല്ലായിടത്തും ഉണ്ട്. നമ്മന്റെ ഇവിടെയുണ്ട്, സംവിധാനമൊക്കെ ഉണ്ട്. അതിപ്പോ ചെറുപ്പക്കാരാണ് അതൊക്കെ ഉപയോഗിക്കണം. അവരോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാം. അതിപ്പോ നമ്മളിപ്പോ ഈ കല്യാണം കഴിഞ്ഞവരല്ലേ, അവർക്ക് പറ്റുമത്. ആർക്കാ പറ്റാത്ത ഒക്കെ മനുഷ്യന്മാരല്ലേ. ആർക്ക് വേണമെങ്കിലും നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും. നമ്മൾ ചെറുപ്പമാവണോ വേണ്ടെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഡേറ്റിങ്ങിന് ഒരുപാട് ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കൊരാളോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യം നമ്മള് ഒരു അഡ്രസ്സും കൊടുക്കാതെ ഒരു ഫോൺ നമ്പറും കൊടുക്കാണ്ടേ നമുക്ക് കാര്യങ്ങൾ ചാറ്റിലൂടെ തീരുമാനിക്കാൻ പറ്റും. നമ്മളിപ്പോ വെറുതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വെറുതെ വഴി കൂടെ പോയിട്ട് അതിന്റെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ ചേർത്ത് കിട്ടില്ലേ? അത് പറ്റില്ലല്ലോ. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ ഇങ്ങനത്തെ ആപ്പുകളൊക്കെ. കുറെ ആപ്പുണ്ട്. എന്താ ആപ്പിന്റെ പേരെന്താണ്? അത് ഒരാപ്പിന്റെ പേര് എന്താ, കുമ്പളാപ്പ്. കുമ്പളാപ്പ്. ഈ ആപ്പ് ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടീനോട് താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ചാറ്റ് ചെയ്ത് ചോദിക്കാം, ഇന്ന ആളാന്നൊക്കെ പറയാം. നിങ്ങൾ ആളെ ഇനിയിപ്പോ പേര് പറയണമെന്നൊന്നുമില്ല, ആളെയും പറയണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാ പറയാ. അവർക്കും അതേമാതിരിക്ക് ഒരു താല്പര്യം ഇങ്ങോട്ടുണ്ട് എന്ന് വിചാരിക്കും. അവരപ്പൊ കണക്ഷൻ തരും. അപ്പൊ കണക്റ്റായി. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്ത് പ്രണയിക്കണമെങ്കിൽ പ്രണയിക്കുക, ഫ്രണ്ട്സ് ആവണമെങ്കിൽ ഫ്രണ്ട്സ് ആവാ, കല്യാണം കഴിക്കുക. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഭാര്യയും കുട്ടിയായിട്ടൊക്കെ കഴിയണ ആളല്ലേ, വെറുതെ കുടുംബം നാച്ചാവൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള ബോറടി മാറ്റാനാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഞാനും. അപ്പൊ അങ്ങനെ ഒരാളുടെ കീഴിൽ തന്നെ അങ്ങനെ അടിമേനെ പോലെ ജീവിച്ചിട്ട് ജീവിതം കളയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല. സത്യേട്ടന് മടുപ്പുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പിടിച്ചിട്ട് സത്യേട്ടൻ ആപ്പുണ്ട്, ഡൗൺലോഡ് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. സ്നേഹം എന്ന് പറഞ്ഞത് കെട്ടിയിടരുത് കുട്ടികളെ, കെട്ടി നിർത്തരുത്. ഇല്ല. അത് ഡാം പൊട്ടണമാതിരി അങ്ങോട്ട് പരന്ന് പോട്ടെ അങ്ങോട്ട് പോണോർത്തിക്കൊക്കെ. അതെ ശീതള, എനിക്ക് ഈ സംഗതി ഒന്നും അറിയില്ല, അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. എല്ലാ പരിപാടിയും എന്റെ ഉണ്ട്, നാം വേണേ ചെയ്ത് തരാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. എനിക്കും വേണം ഒരു കുമ്പളപ്പം. എല്ലാവരും എന്നാ ശരിയാക്കി തരാം. അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. ചെയ്ത് കൊടുക്കട്ടെ. ഇതാണ് കുമ്പളാപ്പ്. ഇത് കണ്ട, ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. അത് ഞാൻ പറഞ്ഞുതരാം, ഒക്കെ പറഞ്ഞുതരാം. എന്നിട്ട് ദാദാ നോക്കി, ഇതിൽ ഇഷ്ടംപോലെ തരുണി മണികൾ ഇങ്ങനെ നരന്ന് കെടുക്കുകയാണ്. എവിടേക്കോ വടക്കത്തെ പാറ്റ വരണ മാതിരി വരുന്നത്. എന്താണ് പറഞ്ഞുതരാം, എല്ലാവർക്കും പറഞ്ഞുതരാം. ഞാന് ഏത്തി നോക്കണ്ട, നോക്കി ഇതിൽ ഇഷ്ടം പോലെ തരുണി മണികളുണ്ട്. നോക്കി, ഇതില് നമുക്ക് താല്പര്യമുള്ള ഏത് കുട്ടികൾക്കും റിക്വസ്റ്റ് അയക്കാം നമുക്ക്. റിക്വസ്റ്റ് അയച്ചിട്ട് തിരിച്ച് അവരാരെങ്കിലും ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചാ
നമ്മൾ തമ്മിൽ മാച്ചായി. ഓക്കെ ഈ നടത്തും. പിന്നെ അതിന് നിനക്ക് കിട്ടി. പിന്നെ നിങ്ങൾ നോക്കിക്കോളണോ? പിന്നെ നമ്മുടെ താല്പര്യം പോലെയാണ്, നമ്മുടെ തന്ത്രം പോലെയാണ് കാര്യങ്ങൾ. ഹലോ, അതിനനുസരിച്ച് കാര്യങ്ങൾ ഇല്ല ഇവിടെ ഉണ്ട്, മുറ്റത്തുണ്ട്. ആരാ വരണ മുറ്റത്തുണ്ട്.